5-6 മാങ്ങയും കൊണ്ട് അച്ഛനും മോനും കൂടി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. എന്നെ ചവിട്ടി പുറത്താക്കി. എന്ത് സംഭവിക്കുമെന്നറിയില്ല. എനിക്ക് പണി ഉറപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. പോകാം വീഡിയോയിലേക്ക്. അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട്. അച്ചാറിടാനാണ് ഉദ്ദേശമെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ് ഉദ്ദേശം. നല്ല നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നിയെങ്കിലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉലുവാപ്പൊടി ഇട്ടു. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാങ്ങ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം അതവിടെ ഇരിക്കട്ടെ. അടുത്ത നമുക്കൊരു അതിനിടയ്ക്കൊരു കൂട്ട് തയ്യാറാക്കാനുണ്ടെന്ന്. അതിൽ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. അത് പാൻ ചൂടാവുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് കടുക്, അപ്പോൾ അതിൽ 1 സ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, അത് രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. അത് ഇങ്ങനെ ചൂടാവുമ്പോൾ തന്നെ പൊട്ടി കടുകും ജീരകവും പൊട്ടി വരും. ജീരകത്തിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. അപ്പോൾ നമുക്കത് വാങ്ങി ആറാനായിട്ട് മാറ്റി വയ്ക്കണം. ഈ സമയത്ത് അടുത്ത ആൾ അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിന് വേണം അരിയാൻ. അരിഞ്ഞ് അത് ഒരു സെക്ഷൻ മാറ്റി വയ്ക്കുക. അതവിടെ നടക്കട്ടെ. അടുത്തത് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ജീരകവും കടുകും പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് നമുക്ക് പാൻ എടുത്ത് അടുപ്പിൽ വയ്ക്കണം. പാൻ എടുത്ത് അടുപ്പിൽ വെച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റുക. ആ വഴണ്ട് വരുന്ന മണം അടിക്കുമ്പോൾ നല്ല മണം വരും. വഴണ്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കാം, അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്കതിലേക്ക് ഈ പുരട്ടി വെച്ചേക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് അധികം ഒന്നും അത് ചൂടാക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകവും കടുകും ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് ഒതുക്കി വയ്ക്കുക. ഒതുക്കി ഒരു 5 മിനിറ്റ് വേണ്ട, കുറച്ച് സമയം ഒരു 1-2 മിനിറ്റ് നേരം ആ ആവിയിലൊന്ന് ഇട്ടതിന് ശേഷം വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ചിട്ട് അന്ന് ഉപയോഗിച്ചിട്ട് അത് ഉപയോഗം അറിയാൻ പറ്റത്തില്ല. പിറ്റേന്ന് എടുത്ത് ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് ഫ്ലോപ്പായി പോകുമെന്ന്, പക്ഷേ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഇവർ ചെയ്താൽ നല്ല രീതിയിൽ കിട്ടുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.